കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റമുണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. ഒരു പുരുഷൻ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ. നിങ്ങൾക്ക് മുൻഗണന നൽകുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും. ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ കാൽ ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ആലോചനകളുടെ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജീവിതമേയുള്ളൂ. നിങ്ങൾ അതെങ്ങനെ ചിലവഴിക്കുന്നു? ക്ഷമ പറഞ്ഞുകൊണ്ടോ, പശ്ചാത്തപിച്ചുകൊണ്ടോ, ചോദ്യം ചെയ്തുകൊണ്ടോ, സ്വയം വെറുത്തുകൊണ്ടോ, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടോ, നിങ്ങളെ വേണ്ടാത്ത ആളുകളുടെ പുറകെ പാഞ്ഞുകൊണ്ടോ? നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യുക, റിസ്ക് ഏറ്റെടുക്കുക. ഒരേയൊരു ജീവിതമേയുള്ളൂ, അത് അഭിമാനിക്കാവുന്നത് ആക്കുക. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, തളർന്നു വീഴുമ്പോൾ, താങ്ങാൻ ആളില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ തളർന്നു പോവാതെ ഉയർത്തെഴുന്നേൽക്കുക, സ്വയം ശക്തരാവുക. എത്ര വലിയ പ്രതിസന്ധികളെയും സ്വയം തരണം ചെയ്യാൻ പ്രാപ്തരാവുക. അതാത്രേ യഥാർത്ഥ അതിജീവനം എന്ന് പറയുന്നത്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ അല്ല. നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷേ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലവാരത്തിലും ആത്മാർത്ഥതയിലും നിന്നും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയാത്തവരോട് സ്വന്തം ജീവിതം വെളിപ്പെടുത്തരുത്. അപഹാസ്യത്തിന് കാരണമായി തീരും എന്നൊരു പാഠമാണ് നാം പഠിച്ചത്. പക്ഷേ ചില പാഠങ്ങൾ നാം വളരെ വൈകിയാണ് പഠിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ആരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ കാൽ ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥലം, നമ്മുടെ ആലോചനകളുടെ സ്പേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്. അവിടെ നമ്മൾ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല, കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ, അവരാണ് നമുക്കെന്നും പ്രിയപ്പെട്ടവർ. നമ്മൾ ഏതു മണ്ടത്തരം പറഞ്ഞാലും ചിരിച്ചു കൊണ്ടിരിക്കുന്നവർ. ഒരാളുണ്ടാവുക എന്നത് ഭാഗ്യം തന്നെയാണ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. ഒരു കള്ളം നിങ്ങൾ വേണ്ടത്ര ആവർത്തിക്കുന്നുവെങ്കിൽ അത് വിശ്വസനീയമായിത്തീരും. വിജയം ആർക്കും കൊണ്ടാടാം, ശക്തനു മാത്രമേ പരാജയം നേരിടാനാവൂ. ചരിത്രബോധമില്ലാത്ത മനുഷ്യൻ അന്ധനും ബധിരനുമാണ്. യുവത്വം കാത്തുസൂക്ഷിക്കുന്നവന് ഉള്ളതാണ്. ഭാവിയും. ഒരു രാജ്യം കീഴടക്കണമെങ്കിൽ ആദ്യം അവിടുത്തെ ജനങ്ങളെ നിരായുധരാക്കണം. നമ്മൾ ലോകത്തെ തെറ്റായി വായിക്കുകയും അത് നമ്മെ വഞ്ചിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. വെള്ളത്തിൽ നോക്കി നിന്നുകൊണ്ട് മാത്രമാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, തളർന്നു വീഴുമ്പോൾ, താങ്ങാൻ ആളിൽ നിന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളിൽ തളർന്നു പോവാതെ ഉയർത്തെഴുന്നേൽക്കുക, സ്വയം ശക്തരാവുക. എത്ര വലിയ പ്രതിസന്ധികളെയും സ്വയം തരണം ചെയ്യാൻ പ്രാപ്തരാവുക. അതാത്രേ യഥാർത്ഥ അതിജീവനം. ഒറ്റപ്പെടൽ. ഒറ്റയായ മനുഷ്യനും ഉറവില്ലാത്ത കിണറും ഒരുപോലെയാണ്.
രണ്ടും കാലക്രമേണ ഉപേക്ഷിക്കപ്പെടും. കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോൾ ആര് ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെയിരിക്കാം. ചില സമയങ്ങളിൽ ഒറ്റക്കാകുന്നതും ഒരു രസമാണ്. എല്ലാവരും ഉണ്ട് എന്നത് ഒരു തോന്നലാണ്. ആരും ഇല്ല എന്നതാണ് യഥാർത്ഥ സത്യം. നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിലവാരത്തിലും ആത്മാർത്ഥതയിലും നിന്നും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയാത്തവരോട് സ്വന്തം ജീവിതം വെളിപ്പെടുത്തരുത്. അപഹാസ്യത്തിന് കാരണമായി തീരും എന്നൊരു പാഠമാണ് നാം പഠിച്ചത്. പക്ഷേ ചില പാഠങ്ങൾ നാം വളരെ വൈകിയാണ് പഠിക്കാറുള്ളത്. തോൽവി അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത്. വിജയത്തെ സ്വപ്നം കാണാതെ അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരിക്കലും തിരിച്ചു പോരാനാകില്ല. പക്ഷേ ഇനിയും മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയും. ആത്മവിശ്വാസം ഇല്ലാതെ വിജയത്തിൻ്റെ ദിശയിലേക്ക് ഒരു പടിയും നീങ്ങാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക. മുഖത്ത് മേക്കപ്പ് ഇടാത്ത സ്ത്രീകൾ പൊതുവെ ആത്മവിശ്വാസം കൂടിയവരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ജീവിതത്തെ മികച്ചതാക്കി മാറ്റുന്ന വാക്യങ്ങൾ: 1. പ്രതികാരത്തേക്കാൾ എപ്പോഴും സമാധാനമാണ് നല്ലത്. 2. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. 3. ആളുകൾ കള്ളം പറയുന്നു, എന്നാൽ പ്രവൃത്തികൾ അങ്ങനെയല്ല. 4. അവർ തിരികെ വന്നാൽ അവർ പോയത് എങ്ങനെയാണെന്ന് മറക്കരുത്. കഠിനമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: നമ്മളെക്കൊണ്ട് കഴിയും, മാറ്റം ഉണ്ടാകും. മുൻപും വെല്ലുവിളികളെ തരണം ചെയ്തിട്ടുണ്ട്. ഇത് പഠിക്കേണ്ട ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാത്തത് ഒരുപക്ഷെ അനുഗ്രഹമായിരിക്കും. എല്ലാം കുറച്ചു മാത്രം ആസ്വദിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ല മരുന്ന്. മറ്റുള്ളവരുടെ എതിർപ്പിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ മുഖത്തു നോക്കി കുറ്റം പറയുന്നവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുക. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ മറുപടി അതാണ്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. വീഴാതിരിക്കണം എങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കണം. പരാജയപ്പെട്ടിട്ടില്ലാത്ത മനുഷ്യൻ പുതുതായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ലാത്തവരാണ്. ഭൂതകാലത്തിൽ നിന്ന് പഠിക്കുക, വർത്തമാനകാലത്തിൽ ജീവിക്കുക, നാളേക്കായി പ്രതീക്ഷിക്കുക. നേട്ടത്തിൻ്റെ മൂല്യം അത് നേടിയെടുക്കുന്നതിന് തന്നെയാണ്. ആൺകുട്ടികളുടെ ചിന്തകൾ എങ്ങനെ മനസ്സിലാക്കാം? അധികം സംസാരിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം മനസ്സിൽ സങ്കടമുണ്ടെന്നാണ്. എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന വ്യക്തി 90% സമയത്തും അങ്ങനെയല്ല. പെട്ടെന്ന് നിശബ്ദത ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ മുറിവേറ്റ് ഉണ്ടെന്നാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും അവൻ ഓർക്കുകയാണെങ്കിൽ നിങ്ങളെ അവൻ അത്രമേൽ പ്രിയപ്പെട്ടവനാണ് എന്നതാണ്. ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകൾ: 1. സാവധാനത്തിലും ആഴത്തിലും ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ കഴിയും. 2. നിങ്ങളൊരു അപരിചിതനെ നോക്കി പുഞ്ചിരിച്ചാൽ അവർ തിരിച്ച് പുഞ്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 3. ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ആശങ്കകൾ എഴുതുന്നത് വേഗത്തിൽ ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. 4. കളിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. മനഃശാസ്ത്ര അറിവുകൾ: ഒരു വ്യക്തി സത്യമാണ് പറയുന്നതെങ്കിൽ അവർ കൈകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ കള്ളമാണ് പറയുന്നതെങ്കിൽ അവരുടെ കൈകൾ നിശ്ചലമായിരിക്കും. ആത്മാർത്ഥതയാണ് ഒരാൾ ചിരിക്കുന്നത് എങ്കിൽ അവരുടെ കണ്ണുകളുടെ അരികിൽ ചുളിവുകൾ ഉണ്ടായിരിക്കും. ആരെയെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിപ്പിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുകയും മറ്റേ വ്യക്തി ഇരിക്കുകയും വേണം. ഇത് മറ്റേ വ്യക്തിക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൂട്ടാൻ സഹായിക്കും. സ്ത്രീകൾക്ക് സങ്കടമുണ്ടെങ്കിൽ അവർക്ക് വല്ലാത്ത കുറ്റബോധമുണ്ടാവും. കുറേയധികം ഉറങ്ങും, അമിതമായി ആഹാരം കഴിക്കും,
വെയിറ്റ് കൂടും. അവരുടെ രൂപത്തെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടില്ല. ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാണ്. എല്ലാ സമയത്തും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുക എന്നതിനേക്കാൾ വലിയ മണ്ടത്തരം ഒന്നും മനുഷ്യർക്ക് ജീവിതത്തിൽ പറ്റാനില്ല. നമ്മളെ എപ്പോൾ വേണേലും കിട്ടും എന്നുള്ള ആ തോന്നലുണ്ടായാൽ പിന്നെ ഒരാളുടെ പോലും പ്രയോറിറ്റി ആവാൻ നമുക്ക് പറ്റില്ല. നമ്മളെക്കൊണ്ട് ആളുകൾക്ക് ആവശ്യങ്ങൾ മാത്രമേ കാണൂ, അല്ലാതെ അവർക്ക് ഒന്നിലും ഒരു ആത്മാർത്ഥതയും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.